ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ സംസാരിച്ചിട്ട് കുറേ നാളായി. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചതിൻ്റെ ഒരു മത്തിക്കറിയുടെ ഒരു വീഡിയോ എന്തായാലും എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഗൈസ്. അപ്പം അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് കുട്ടികളെയൊക്കെ വെച്ചുകൊണ്ട് പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തിക്കറി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതുകൊണ്ട് അവസാനം വരെ നിങ്ങൾ ഈ വീഡിയോ കാണണം. അത് മാത്രമല്ല, എൻ്റെ ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ നോട്ടിഫിക്കേഷനിൽ ഓളൊന്ന് ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്തേക്കുന്ന ചാനൽ ഇടയ്ക്കൂടെ എൻ്റെ വീഡിയോ വരത്തില്ല കേട്ടോ ഗൈസ്. സോറി, ഞാൻ പറയുന്നു സോറി, വരാത്തതിന്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നോട്ടിഫിക്കേഷനിൽ ഓൾ ക്ലിക്ക് ചെയ്യണം ഗൈസ്, ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ലാസ്റ്റ് ഒരു കണ്ടാലും നിങ്ങൾക്ക് എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് മത്തിക്കറി ഉണ്ടാക്കാം എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ എൻ്റെ മത്തിക്കറിയെ പറ്റി പറയുമ്പോൾ, വീട്ടിൽ മത്തിക്കറി എൻ്റെ മമ്മി ഉണ്ടാക്കുന്ന മത്തിക്കറി എനിക്കിഷ്ടമാണ്. പക്ഷേ ഞാൻ കുറ്റം പറഞ്ഞുകൊണ്ടൊക്കെ കഴിക്കുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മത്തിക്കറിയും മത്തി ഫ്രൈയൊക്കെ തിന്നാൻ തോന്നും. പക്ഷേ കുറച്ച് നാളുകളായി ഞങ്ങളിവിടെ ഗൾഫിൽ വന്നതിന് ശേഷം ഇവിടെ ഞാനും കുക്കിയും ഡിജോയും മാത്രമേ ഉള്ളൂ. അപ്പം കുക്കിയും വെച്ചുകൊണ്ട് കുക്ക് ചെയ്യുക എന്നുള്ളത് ഒരു വളരെ വളരെ പ്രയത്നം വേണ്ട ഭയങ്കര ഒരു ടാസ്ക്കാണ്. നമുക്ക് നല്ല ഇൻ്റലിജൻസും അതുപോലെ തന്നെ നല്ല പേഷ്യൻസും അതുപോലെ ഒത്തിരി കടമ്പകൾ കടന്നാലേ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ഗൈസ്, മാത്രമല്ല എനിക്ക് ABCD കുക്കിങ്ങിൻ്റെ അറിയത്തില്ല, അത് വേറെ കാര്യം. പക്ഷേ എന്താണെങ്കിലും നമുക്ക് യൂട്യൂബിൽ നോക്കി പഠിച്ച് നോക്കി കണ്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ പണ്ട് പരീക്ഷയ്ക്ക് കോപ്പിയടിക്ക് സൂപ്പറായിരുന്നു. അതുപോലെ നമുക്ക് കോപ്പിയടിച്ച് നമുക്ക് ഫുഡും മത്തിക്കറിയും എന്ത് വേണം, ബിരിയാണി എന്ത് വേണേലും നമുക്ക് ഉണ്ടാക്കാം അല്ലേ ഗൈസ്. അപ്പം അതുപോലെ നമുക്ക് മത്തിക്കറിയൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നേ. അങ്ങനെ ഒരു ദിവസം ഡിജോ കുറച്ച് മത്തിയുമായിട്ട് വന്നു. ഇവിടെയൊക്കെ ഒരു 5-10 മത്തിക്കൊക്കെ ഭയങ്കര വിലയാണ്. അങ്ങനെ ഡിജോ ആണെങ്കിൽ കൊണ്ടുവന്ന് മത്തി. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്ക് മത്തിക്കറി തിന്നാൻ തോന്നുന്നു, എന്തായാലും ഞാൻ അടുത്ത ദിവസം മത്തിക്കറി ഉണ്ടാക്കും ഞാൻ വിചാരിച്ചു. എന്നിട്ട് അങ്ങനെ പിന്നെ ഇവിടെ ഒരു വലിയ ഗുണമുണ്ട് കേട്ടോ, നമുക്കിരുന്ന് ക്ലീനൊന്നും ചെയ്യണ്ട. ചെറുകിട മീൻ അല്ലാതെ അതായത് ചൂട, നെത്തോലി, അതായത് ഇത് രണ്ടും ഒന്നാണ് ആ സംഭവം. അതുപോലെ തന്നെ ചെറുകിട കൊഞ്ച്, അതൊന്നും ക്ലീൻ ചെയ്ത് കിട്ടത്തില്ല. പക്ഷേ വലിയ വലിയ മീനുകളും മീഡിയം സൈസ് മീനുകളും ഒക്കെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് അവർ തരും. ചിക്കനും അതുപോലെ തന്നെ മീനും ഒക്കെ നമ്മൾ പറഞ്ഞാൽ മതി, കറിക്കാണോ തല വേണോ, മീൻ തല വേണോ, അതുപോലെ തന്നെ മീൻ മറ്റേ പരിഞ്ഞിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേണോ വേണ്ടേ, എടുത്ത് കളയണോ, വാല് വേണോ വാല് വേണ്ടേ, ഫുള്ളായിട്ടാണോ വേണ്ടേ, ഇതൊക്കെ പറഞ്ഞാൽ മതി, അവർ അതുപോലെ തന്നെ ചെയ്തു തരുവേ. അപ്പം മിക്ക കടകളിലും ഫ്രീ ആണ്, ചിലവർ കട്ട് ചെയ്യുന്നതിന് കുറച്ച് പൈസയൊക്കെ ചോദിക്കും അങ്ങനെ. അപ്പം എന്തായാലും നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. നമ്മൾ പോകുന്ന സ്ഥലത്ത് ഫ്രീ ആയിട്ട് ക്ലീൻ ചെയ്ത് കിട്ടും കേട്ടോ. അപ്പം അത് വലിയ കാര്യമാണ്. കൊച്ചുങ്ങളെ വെച്ചുകൊണ്ട് നമുക്ക് മത്തി ക്ലീൻ ചെയ്യേണ്ട, അത് വലിയൊരു അഡ്വാൻറ്റേജാണ്. അപ്പം ഞാൻ വിചാരിച്ച മത്തിക്കറി നാളെ എന്തായാലും ഞാൻ ഉണ്ടാക്കും. അപ്പം അങ്ങനെ എന്തോ പറ്റിയെന്നറിയാമോ, അങ്ങനെ അടുത്ത ദിവസമായി. അപ്പം ഡിജോ വാങ്ങിച്ചതെല്ലാം ഐസായിട്ട് നമ്മൾ നീറ്റായിട്ട് കൊണ്ട് പാട്ടയ്ക്കകത്ത് ടിന്നിനകത്തൊക്കെ ആയിട്ട് ഫ്രീസറിൽ കൊണ്ട് മത്തിക്കറി ഉണ്ടാക്കാൻ വേണ്ടി വെച്ച്. എന്നിട്ട് അടുത്ത ദിവസം വിചാരിച്ച് മത്തിക്കറി ഞാൻ ഉണ്ടാക്കും. അങ്ങനെ ഞാൻ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് രാവിലത്തെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പെട്ടെന്നുള്ള ദോശയോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളും, അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. അതുപോലെ തന്നെ കുക്കിക്കും ഫുഡൊക്കെ കൊടുത്താകുമ്പോൾ തന്നെ ഉച്ചയാവും, ചിലപ്പോൾ ഉച്ച കഴിയും. അപ്പം വേണം നമുക്കിനി ഉച്ചക്കത്തെ തുടങ്ങാൻ. അപ്പം നേരത്തെ നമ്മൾ മത്തി വെള്ളത്തിലിടണമല്ലോ. അപ്പം നമ്മൾ നേരത്തെ മത്തി വെള്ളത്തിൽ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഞാനങ്ങ് ഇട്ട് അപ്പം എന്നിട്ട് വേണം അതിൻ്റെ ഐസൊക്കെ പോയി നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഇവൾ ഉറങ്ങുമ്പോഴോ എന്തെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പം മത്തിക്കറി ഉണ്ടാക്കാൻ. അപ്പോൾ രാവിലത്തെ പണി കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡിങ്ങും ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇവൾ അടുത്ത ഉറക്കത്തിൻ്റെ ഇതിൽ അമ്മ വാ നമുക്ക് ഉറങ്ങാമെന്ന് പറഞ്ഞ് എന്നെ പിടിച്ചുകൊണ്ട് പോയി. അപ്പം എന്താണെന്ന് വെച്ചാൽ അവിടെ അടുത്തു നിന്നൊന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൾ ഉറങ്ങിയിട്ട് ഞാനൊന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ
എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവൾ അപ്പം തന്നെ എഴുന്നേൽക്കും എൻ്റെ കൂടെ. പക്ഷെ ഞാൻ അവിടെ കൂടെ കിടന്നാൽ അവൾ എത്ര നേരം വേണമെങ്കിലും കിടക്കും. മേ ബി 1 അവർ 2 അവർ 3 അവർ, പിന്നെ അവൾക്ക് തോന്നുമ്പോഴേ എഴുന്നേൽക്കത്തുള്ളൂ. പക്ഷെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൾ എത്ര ഡീപ്പ് സ്ലീപ്പിലാണെങ്കിലും എന്തോ എൻ്റെ ആ ഒരു പ്രസൻസ് അവളുടെ അബോധ മനസ്സിലും കൊച്ചിലെ തൊട്ടേ അവൾക്ക് ഭയങ്കരമായിട്ട് അറിയാൻ പറ്റും. അപ്പം ഞാൻ വിചാരിച്ചു ഇവള് എന്താണ് ഉറങ്ങുമ്പോൾ നമുക്ക് പതുക്കെ എഴുന്നേറ്റ് പോയി മത്തിക്കറി ഉണ്ടാക്കാം. അപ്പം അവൾ അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ ഒരു 10 മിനിറ്റും കൂടെ ഒക്കെ കഴിഞ്ഞ് പതുക്കെ ഞാൻ എഴുന്നേറ്റ് പോയി. അങ്ങനെ മത്തി ഞാനെടുത്ത് കൈ അങ്ങോട്ടിട്ട് കഴുകാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ അവൾ എഴുന്നേറ്റ് ഗൈസ്. അതെ, വേണം പറഞ്ഞ് തുടങ്ങി. അപ്പം തന്നെ ഞാൻ കൈ കഴുകിയിട്ട് ഓടി വന്ന് വീണ്ടും വന്ന് കിടന്നു. ഈ ഉറക്കപ്പിച്ചയിൽ തന്നെ കുറച്ചും കൂടെ ഉറങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വന്ന് എന്ത് ചെയ്യാം, വീണ്ടും വന്ന് നമുക്ക് മത്തിക്കറി ഉണ്ടാക്കാം, മത്തിക്കറി തിന്നാൻ എനിക്ക്. അപ്പം ഞാൻ എന്തോ എടുത്ത് അങ്ങനെ വീണ്ടും വന്ന് അവളെ ഉറക്കിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അവൾ നല്ല കുറുക്കം വലിച്ച് കിടന്ന് ഉറങ്ങിയപ്പോൾ ഞാൻ വീണ്ടും എഴുന്നേറ്റ് ഗൈസ്. എന്നിട്ട് ഞാൻ വീണ്ടും മത്തിയിൽ കൈയിട്ടു കഴുകിയപ്പോൾ തന്നെ അവൾ വീണ്ടും എഴുന്നേറ്റു. ഇനിയിപ്പം എന്തോ എടുക്കും, മത്തി തന്നെ കുറേ നേരമായിട്ട് വെള്ളത്തിൽ കിടക്കുന്നു. ഇനിയിപ്പം ഒത്തിരി നേരം വെള്ളത്തിലിട്ടാലും ഉണ്ടാക്കിയില്ലെങ്കിലും ഒക്കെ പ്രശ്നമാണ്, ചീത്തയാവത്തില്ലേ? അയ്യോ, ഇത്രയും രൂപ കൊടുത്ത് വാങ്ങിച്ചല്ലേ. അപ്പോൾ എന്താ, ഞാൻ വിചാരിച്ച് പെട്ടെന്ന് കൈ കഴുകിയിട്ട് അവളെ വീണ്ടും എടുത്തുകൊണ്ട് വന്നിട്ട് അവളെയും കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പറ്റുന്നതൊക്കെ അവളെ ഞാൻ എടുത്തുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒന്ന് കഴുകാൻ വേണ്ടി തുടങ്ങിയതേ ഉള്ളൂ ഗൈസ്. അപ്പം തന്നെ തുടങ്ങി അവിടെ കരച്ചിൽ. അപ്പം ഞാൻ അവിടെ തോന്നും, അമ്മ ഒന്ന് മത്തിക്കറി ഉണ്ടാക്കിയോട്ടെ കുക്കി, പ്ലീസ് പ്ലീസ്, ഞാൻ രാവിലെ തൊട്ട് പറഞ്ഞില്ലേ. അപ്പം അവൾ അവിടുത്തെ ചോദിക്കുമ്പം അവൾ പറയും 5 മിനിറ്റ്സ് കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് മമ്മ ഉണ്ടാക്കിക്കോ. 5 മിനിറ്റ്സ് കഴിഞ്ഞ് അലാറം അടിക്കുമ്പോൾ എഴുന്നേക്കും. അപ്പോൾ രാവിലെ ആണെങ്കിലും അലാറവും ടൈമറും ഒക്കെ മാറി മാറി വെച്ചിട്ട് വേണം അവൾ എഴുന്നേക്കാതില്ലെങ്കിൽ അവൾ എഴുന്നേക്കത്തില്ല. അവളിങ്ങനെ കിടക്കും എൻ്റെ കൂടെ. അപ്പം ഞാൻ അടുത്ത് പറഞ്ഞു, പ്ലീസ് കുക്കി, ഞാൻ നിൻ്റെ അടുത്ത് ചോദിച്ചല്ലേ, നീ ഓക്കെ പറഞ്ഞതല്ലേ, ഞാനൊന്നുണ്ടാക്കിക്കോട്ടെ. അപ്പം അവളുടെ കരച്ചിൽ അങ്ങ് തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ച് ഓക്കെ, എന്നാൽ അതിന് ഈ മത്തികൾക്കൊക്കെ ഒന്ന് വരയിട്ട് ഒന്ന് മസാല വരട്ടെ, ഒരു മത്തി ഫ്രൈ എങ്കിലും എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഞാൻ വരഞ്ഞു മസാല ഇടാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അവൾ വീണ്ടും ഒച്ചത്തിൽ കരഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി പണി ഇവിടെ നടക്കത്തില്ല. അങ്ങനെ ഞാൻ എല്ലാം കൂടെ കഴുകിയെടുത്ത് വീണ്ടും മസാല ഇടാതെ ഞാൻ വീണ്ടും ഇതെല്ലാം കൂടെ പറക്കിയെടുത്ത് ഫ്രീസറിലെടുത്ത് വെച്ചു. എന്നിട്ട് വീണ്ടും ഞാൻ വന്ന് കിടന്നു ഗൈസ്. എന്നിട്ട് വീണ്ടും അവൾ ഉറങ്ങിയപ്പോൾ ഞാൻ വീണ്ടും എഴുന്നേറ്റു. എന്നിട്ട് ഓടിപ്പോയി ഞാൻ കുറച്ച് മസാല ഇട്ടപ്പോൾ അവൾ വീണ്ടും എഴുന്നേറ്റ്. ഇങ്ങനെ മസാല ഇട്ട് വീണ്ടും ഞാൻ ഫ്രീസറിനകത്താക്കി വീണ്ടും ഞാൻ വന്ന് കിടന്നു. അപ്പം മസാലയായിട്ട് ഞാൻ എന്തൊക്കെയാണ് ഇട്ടതെന്ന് വെച്ചാൽ പെപ്പർ പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഇത് 3ഉമാണ് ഞാൻ ഇട്ടത്. എന്നിട്ട് ഞാൻ ഒരു ഡിജോ ആണെങ്കിൽ ഓഫറിന് ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഭാഗ്യം. അപ്പോൾ എനിക്ക് ജിഞ്ചർ ചിരണ്ടൻ്റെയും അതുപോലെ തന്നെ വെളുത്തുള്ളി അരിയൻ്റെയും തുള്ളി കളയേൻ്റെയും ആവശ്യം വന്നില്ല. പെട്ടെന്ന് അതും കൂടെ ഞാൻ എടുത്തിട്ട് മിക്സ് ചെയ്ത് പെട്ടെന്ന് വെച്ച് എന്നിട്ടാണ് ഞാൻ അടുത്ത ഉറക്കത്തിന് ഞാൻ പോയി വറുത്തത് ഗൈസ്. വറുത്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഉപ്പിടാൻ മറന്നുപോയി ഗൈസ്. ഉപ്പ് മസാലയിൽ നിന്ന് എൻ്റെ മനസ്സിൽ വരുമ്പോൾ മസാല മാത്രമേ എൻ്റെ മനസ്സിൽ വരത്തുള്ളൂ. ഉപ്പ് എൻ്റെ മനസ്സിൽ മസാലയായിട്ട് അങ്ങോട്ട് കയറുന്നില്ല എൻ്റെ ബ്രെയിനിനകത്തോട്ട്. അതെന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ എന്തൊരു കുഴപ്പമുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ലതും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമ്മൾ വീട്ടിലുണ്ടെങ്കിലേ, ഒരു കൊച്ചുള്ള വീടാണെങ്കിലേ, നമുക്ക് മീൻകറിയൊന്നും തിന്നാൻ പറ്റത്തില്ല. മനസ്സിലായോ? മീൻകറിയൊന്നും നിങ്ങൾക്ക് തിന്നാൻ പറ്റത്തില്ല. വേണേ ആരുടെയും ഉണ്ടാക്കിത്താ എന്ന് വീട്ടുകാരുടെ അടുത്ത് പറയുക, ഇല്ലെങ്കിൽ പുറത്തുനിന്ന് വല്ലതും വാങ്ങിച്ച് കഴിക്കുക. മനസ്സിലായോ? ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ മേല
മീൻകറിയുടെ റെസിപ്പിയും ചോദിച്ചുകൊണ്ട് ഇവിടെ എനിക്ക് മെസ്സേജ് അയച്ചാൽ തീർന്നു. ഓക്കെ ഗൈസ്, ബൈ.